ഡു യു ലൈക്ക് ഓർ വുഡ് യു ലൈക്ക്? ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കുക, ഡു യു ലൈക്ക് ബിരിയാണി, ഡു യു ലൈക്ക് ഐസ്ക്രീം, ഡു യു ലൈക്ക് ഹിം, നിനക്ക് അവന് ഇഷ്ടമാണെങ്കിൽ ഡു യു ലൈക്ക് ഐസ്ക്രീം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? വുഡ് യു ലൈക്ക് ഐസ്ക്രീം? Hello friends, good evening, how are you? I hope you are doing good and here I'm having a fantastic time. So anyway, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല ആളുകൾക്കുമുള്ളൊരു കൺഫ്യൂഷനാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ഇഷ്ടത്തെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഡു യു ലൈക്ക് ഓർ വുഡ് യു ലൈക്ക്, ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഡു യു ലൈക്ക് ആണോ വുഡ് യു ലൈക്ക് ആണോ? അത് നമുക്കിനി കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരാളോട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇഷ്ടത്തെ പറ്റിയോ യൂഷ്വൽ ആയിട്ടുള്ള ഇഷ്ടത്തെ പറ്റിയോ ജനറലായിട്ടൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡു യു ലൈക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ നിരന്തരം നിനക്ക് പൊതുവേ നിനക്ക് ആ കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഡു യു ലൈക്ക് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡു യു ലൈക്ക് മീ, ഡു യു ലൈക്ക് ഹിം, നിനക്ക് അവനെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോഫി, നിനക്ക് കോഫി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീച്ചിങ്, നിനക്ക് ടീച്ചിങ് ഇഷ്ടമാണോ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നിരന്തരം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഡു യു ലൈക്ക് ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വുഡ് യു ലൈക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? വുഡ് യു ലൈക്ക് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് ഈ ഒരു കാര്യം ഇഷ്ടമാണോ, ഇപ്പോൾ നിനക്ക് ആ കാര്യം ഇഷ്ടമാണോ, അത് ചെയ്യാനോ കഴിക്കാനോ പഠിക്കാനോ ഒക്കെ നിനക്ക് ഇഷ്ടമാണോ, ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ്, ഈ സമയം നിനക്ക് ആ കാര്യം ചെയ്യാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കുക ഡു യു ലൈക്ക് ബിരിയാണി, ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നൊന്നുമല്ല. അവർ ചോദിക്കുക വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ, ഇപ്പോൾ നിനക്ക് എന്താണ് ഇഷ്ടം? വുഡ് യു ലൈക്ക് കോഫി, വുഡ് യു ലൈക്ക് തലശ്ശേരി ബിരിയാണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾ വുഡ് യു ലൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക, റൈറ്റ്? ശ്രദ്ധിക്കുക, ഡു യു ലൈക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ജനറലായി നിരന്തരം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ മാത്രമാണ് നമ്മൾ ഡു യു ലൈക്ക് ഉപയോഗിക്കുക. ആൻഡ് വുഡ് യു ലൈക്ക് കംസ് ഫോർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക. യു കൻ ആസ്ക് ഡു യു ലൈക്ക് ഹിം, നിനക്ക് അവന് ഇഷ്ടമാണെങ്കിൽ ഡു യു ലൈക്ക് ഐസ്ക്രീം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? വുഡ് യു ലൈക്ക് ഐസ്ക്രീം എന്ന് വെച്ചാൽ ഇപ്പോൾ നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, ഇപ്പോൾ ഈ സമയം നിനക്കത് കഴിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം, നിനക്ക് പൊതുവെ ഐസ്ക്രീം എന്ന് പറയുന്നത് ഇഷ്ടമാണോ എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കൂ വുഡ് യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിച്ചു, നമ്മൾ പറയാണ് നോ ഐ വുഡിൻ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ഐസ്ക്രീം ഇഷ്ടമല്ല എന്നല്ല, എനിക്കിപ്പോൾ ഐസ്ക്രീം ഇഷ്ടമല്ല എന്നാണ് അല്ലേ. പക്ഷേ പൊതുവേ നമുക്കൊരു കാര്യം ഇഷ്ടമല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം? നമുക്കറിയാം ഐ ഡോണ്ട് ആണ് അല്ലേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് ഹിം, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ്, ഐ ഡോണ്ട് ലൈക്ക് ടീച്ചിങ്, ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡു യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പെർമനൻ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ പറ്റി ചോദിക്കാനാണ്. വുഡ് യു ലൈക്ക് എന്ന് പറയുമ്പോൾ ഈ സമയം നിനക്ക് ആ കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് വുഡ് യു ലൈക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു. EnglishCare, India's #1 online English training institute.